ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നുവാണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു റീസൈക്ലിംഗ് ക്രാഫ്റ്റുമായിട്ടാണ്. ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് ഇതിൻ്റെ പേരെനിക്ക് അറിയില്ലായിരുന്നേ. ഇന്ന് ഞാൻ തപ്പിപ്പിടിച്ചെടുത്തു, ഗൂഗിളിൽ നോക്കി. മറ്റൊന്നുമല്ല, ഇതിനെ പറയുന്നത് ഫില്ലിംഗ് കപ്പാസിറ്റർ എന്നാണ്. ഇത് ടി വിയുടെയും അതുപോലെയുള്ള ഇലക്ട്രിക് സാധനങ്ങളുടെയൊക്കെ അകത്തുണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് ടി വിയുടെ അകത്തും. എനിക്കിപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് പഴയൊരു ടി വിയിൽ നിന്നാണ്. അതിനു മുമ്പ് ചെറുപ്പത്തിൽ ഞാൻ ഇതുകൊണ്ട് കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്കിത് കിട്ടിയത് VCR എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇന്നത്തെ കുട്ടികൾക്കറിയാൻ വഴിയില്ല. ആ സംഭവം വീട്ടിൽ കേടായി കഴിഞ്ഞപ്പോൾ അന്നേ ആക്രി ആയിരുന്നതുകൊണ്ട് തന്നെ അച്ഛൻ ഈ സംഭവം എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആക്രി ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഇടം വലം നോക്കാതെ അതങ്ങ് അഴിച്ചു പരത്തി അതിനകത്തുനിന്ന് ഇതുപോലെയുള്ള കളർഫുൾ സാധനങ്ങളൊക്കെ അഴിച്ചെടുത്തു. എന്നിട്ട് അന്നേ ക്രാഫ്റ്റ് ചെയ്തൊരു ശീലം ഉണ്ടായിരുന്നേ. അപ്പോൾ എന്തുകൊണ്ടത് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൂടാ? ആ ഒരു ഐഡിയ നിന്നാണ് എങ്ങനത്തെ ജ്വല്ലറി ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവം ചിന്തിച്ചത്. ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ട്രെൻഡിങ് ആയിട്ട് ഒരിടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ജ്വല്ലറിയാണ് കേട്ടോ. വേറൊന്നല്ല, സൂഫി നെക്ലസ്. സൂഫി നെക്ലസ് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പോൾ ആ നെക്ലസ് നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ കൊണ്ട് ഈസി ആയിട്ട് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അതാണ് ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയിരിക്കുന്നത് കേട്ടോ. അതിന് വേറെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കപ്പാസിറ്റർ, കുറച്ച് ബീഡ്സ് മാത്രം മതി. പിന്നെ കുറച്ച് ബീഡ്സിൻ്റെ ചെയിനും. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അധികം കാശൊന്നും ഇല്ല കേട്ടോ. വളരെ കുറച്ച് പൈസ മാത്രമേ മീറ്ററിന് വരുന്നുള്ളൂ. അപ്പോൾ ഈ സംഭവം ഞാൻ 3 ലെയറായിട്ട് അറ്റാച്ച് ചെയ്താണ് ഈ ഒരു ജ്വല്ലറി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഈ ബീഡ്സിൻ്റെ ചെയിൻ ഞാൻ ഈ ഒരു ലോക്കറ്റിലേക്ക്, അതായത് ഈ കപ്പാസിറ്റർ കൊണ്ട് ഉണ്ടാക്കി ഈ ലോക്കറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ജംറിങ്സ് വെച്ചിട്ടാണ്. അത് ആ ജംറിങ്സ് തന്നെ നമുക്ക് 2 സൈഡിലും പിടിപ്പിച്ച് കൊളുത്തും പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജ്വല്ലറി കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല കപ്പാസിറ്റർ ആണെന്നോ ആക്രി ആണെന്നോ റീസൈക്ലിംഗ് ആണെന്നോ ഒന്നും തന്നെ. അപ്പോൾ എന്തായാലും ഇതുപോലെ എന്ത് സംഭവവും നമുക്ക് ഏത് രീതിയിലുള്ള ക്രിയേറ്റീവ് ഐറ്റമാക്കി മാറ്റാൻ കഴിയും. നമുക്ക് കുറച്ച് ഐഡിയാസ് മാത്രം ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ പല പല രീതിയിലുള്ള റീസൈക്ലിംഗ് ക്രാഫ്റ്റുകൾ പരീക്ഷിച്ച് നോക്കുക. കൂടുതൽ ഐഡിയാസുമായിട്ട് ഞാൻ എന്തായാലും വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ. പുതിയ ഐഡിയാസുമായി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.